അയ്യടാ എൻ്റെ പൊന്നാ ദൈവമേ ഇതിന് രക്ഷപ്പെടും തോന്നുന്നില്ല. ശോ എന്ത് പൊത്ത് എന്ത് പറ്റിടാ. അയ്യോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. കണ്ണ്, ഓ മൈ ഗോഡ്, കണ്ണ് പൂച്ചയുടെ. പൂച്ച എങ്ങനെ കിട്ടിയെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടി പറയാമെന്ന് കരുതി. ഈ പൂച്ചേനെ കിട്ടിയത് എൻ്റെ രണ്ടാമത്തെ മോൻ അവൻ കളിക്കാൻ പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ നിന്ന് വേറെ ഒരു കുട്ടി അവന് എടുത്തു കൊടുത്ത പൂച്ചക്കുട്ടിയാണിത്. ഇങ്ങനെ പൂച്ചക്കുട്ടിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കയ്യിൽ എടുത്തു കൊടുത്തു. അങ്ങനെ ഇവൻ ആ പൂച്ചക്കുട്ടീനെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അതിന് തീരെ വയ്യായിരുന്നു. അപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, കണ്ണൊക്കെ വളരെ ഇതായി ഇങ്ങനെ വായിന്ന് ഞൊരയും പതിയൊക്കെ വന്നിട്ട് സിറ്റുവേഷനായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത് ഓൾറെഡി വേറെ ഒരു ചെറിയ പൂച്ചയുണ്ട്. കൂടാതെ ലക്കി, ആ പൂച്ച പ്രസവിച്ചിട്ട് 2-3 ദിവസങ്ങളെ ആകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ പൂച്ചക്കുഞ്ഞിനെ അകത്ത് വെച്ചില്ല. ഇതിന് കണ്ണൊക്കെ തുടച്ചിതാക്കി മറ്റേ പൂച്ചയ്ക്ക് മേടിച്ചതിൻ്റെ മരുന്നുണ്ടായിരുന്നു, ആൻറ്റിബയോട്ടിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മരുന്നൊക്കെ കൊടുത്ത് കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ചിട്ട് ഇതിനെ പുറത്തേക്ക് വിട്ടു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ക്ലാസ്സിൽ പോകാൻ നോക്കുമ്പോഴാണ് ഈ പൂച്ചക്കുഞ്ഞിനെ വീണ്ടും പുറത്തുനിന്ന് കാണാനിടയായി. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞങ്ങൾ ലേറ്റായിരുന്നു. മാത്രമല്ല നമുക്ക് 10 മണിക്ക് ക്ലാസ്സിൽ പോകണമായിരുന്നു. അപ്പം നമ്മൾ ആ സമയത്ത് ക്ലാസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കാണുന്ന സീൻ, ഈ പൂച്ചക്കുഞ്ഞ് വന്നിട്ട് ഫ്രണ്ട് ഡോറിൻ്റെ സ്റ്റെപ്സിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഈ പൂച്ചക്കുഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അതിനെ എടുത്തിട്ട് കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയി. ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം ചെറുതായിട്ട് ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ദിവസം കൂടിയായിരുന്നു അന്ന്. ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു ക്ലാസ്സിലേക്ക് പോയിരുന്നത്. അപ്പം ഇടയിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കിയപ്പോൾ പുള്ളി ഒരു 12:30 ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഏകദേശം നമുക്ക് 1 മിനിറ്റ് ഡിസ്റ്റൻസ് അത്രേ വരുന്നുള്ളൂ ക്ലാസ്സും വീടും തമ്മിലുള്ള ഒരു ദൂരം എന്ന് പറയുന്നത്. പുള്ളി വരുമ്പോൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ചുറ്റും കുറേ കാക്കകളൊക്കെ ഇരിക്കുന്നു. പാത്രത്തിൽ നിന്നൊക്കെ ഫുഡ് ഇങ്ങനെ കൊത്തുന്നുണ്ട്. കാക്കകൾ ഇതിനെ കൊത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അവശയായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു താഴെ. അപ്പോൾ പുള്ളി അതിനെടുത്ത് അടുക്കളയുടെ ഭാഗത്തൊരു വർക്ക് ഏരിയ ഉണ്ട്, അവിടെ കൊണ്ടുവച്ചു. കാരണം അതിനെ കാക്കയൊന്നും കൊത്തണ്ടാന്ന് വെച്ചിട്ട്. ഏകദേശം 2 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കാണുന്ന സീന് ഇത് വളരെയധികം വയ്യാത്തൊരവസ്ഥയിലേക്ക് പോയി. എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയും കണ്ടീഷൻ വളരെയധികം സിവിയറായി. അങ്ങനെ ഇത് രക്ഷപ്പെടില്ല എന്ന് എനിക്ക് മനസ്സിൽ തോന്നി. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതിന് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അത് ഓക്കെ പറഞ്ഞു. അങ്ങനെ മൂത്ത മോനും ആദ്യം പുള്ളിയും കൂടെ ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തു. കാരണം ഇതിന് ട്രിപ്പ് ഇടാൻ തീരെ വയ്യ. അപ്പം ഇതിന് ട്രിപ്പ് ഇടാൻ പറ്റാതെയും പിന്നെ ബോഡിയൊക്കെ ഭയങ്കര തണുത്തിരിക്കുന്നു. അപ്പം ഈ ലൈറ്റിൻ്റെ അടുത്ത് വെച്ച് ഇതിന് ചൂട് കൊടുക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇത് രക്ഷപ്പെടില്ല എന്നറിഞ്ഞിട്ടും ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നമ്മൾ എടുത്തൊരു എഫേർട്ട് എന്ന് പറയുമ്പോൾ, നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് ഒരു ജീവൻ നഷ്ടപ്പെടുന്നു. നമുക്കതിനെ രക്ഷിക്കാൻ സാധിച്ചാൽ, ഒരു ജീവൻ നമുക്ക് നിലനിർത്താൻ സാധിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തന്നെ. നമ്മളിതിനെ കൊണ്ടുപോയത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. ഡോക്ടർ സൂ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലുണ്ട് എറണാകുളത്ത്. അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ആകുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പം നമ്മുടെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കിതൊക്കെ ഒരു അഡീഷണൽ എക്സ്പെൻസ് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മളവിടെ ആ ഒരു പൈസ നഷ്ടപ്പെടുന്നതിൽ നമ്മൾ എന്താ പറയുക, അതിലുപരി നമ്മൾ ചിന്തിച്ചത് ഒരു ജീവനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റട്ടെ എന്നായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിലുള്ള 2 പൂച്ചകളുണ്ട്. ഈ പൂച്ചക്കുഞ്ഞിനെ നമ്മൾ രക്ഷപ്പെടുത്തിയതാണ്. ഇതൊരു കുഴിയിൽ പെട്ടിട്ട് കരയായിരുന്നു. ഇതിനെ കൊണ്ടുവന്നിട്ട് 1 മാസമായി, കുറച്ച് വലുതായി. രാത്രി 12 മണിക്കാണ് ഇതിനെ കാണുന്നത്. പിന്നെ ഇതിനെ പെരുവഴിയിൽ ഉപേക്ഷിക്കാൻ തോന്നിയില്ല, അങ്ങനെ രക്ഷപ്പെടുത്തി. ഈ നിൽക്കുന്ന ബ്ലാക്ക് പൂച്ച ലക്കി, ഇവളെയും നമ്മൾ രക്ഷപ്പെടുത്തിയതാണ്. ഇവളും ഇതേപോലെ ഭക്ഷണമൊന്നുമില്ലാതെ പട്ടിണിക്കോലമായിട്ട് നമുക്ക് നമ്മുടെ അടുക്കള ഡോറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടി. നമ്മൾ അതിനെ എടുത്ത് വളർത്തി ഇതുവരെ എത്തിച്ചു. ഇതുവരെ ഞങ്ങൾ വളർത്തിയിട്ടുള്ള മൃഗങ്ങളെല്ലാം ഞങ്ങൾക്ക് വളർത്തണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ വാങ്ങി വളർത്തിയതല്ല. ഇതുപോലെ അപകടത്തിൽപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വയ്യാതെയൊക്കെ ആയിട്ട് പട്ടിണിക്കോലമൊക്കെ ആയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന മൃഗങ്ങളെ നമ്മൾ സംരക്ഷിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് മരണത്തിലേക്ക് പോകാതെ നമ്മളതിനെ സംരക്ഷിച്ച് വളർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ആദ്യം പുറത്തെടുത്ത് ക്ലീൻ ചെയ്യുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് ഇപ്പോൾ ഉഷാറായില്ലേ കുറച്ചൊക്കെ. ബോഡി ഭയങ്കര സ്റ്റിഫായിരുന്നു. മറ്റേ സാധനം എടാ സ്റ്റിഫ് ഒന്നല്ല, അത് ശരിക്കും മരിക്കുന്ന പൂച്ചകളും പട്ടികളാണ്. മറ്റേ അതെല്ലാം അങ്ങനെ തന്നെ ഏകദേശം മരണത്തിലേക്ക് എടുക്കുമ്പോൾ. എടി പീക്കൂ നിൽക്കണോ, പീക്കൂടാ
എല്ലാവരും എനിക്ക് പീക്ക് വന്നത്. പീക്ക് വേറെ, ഇത് സാധനം വേറെ. ഇതുണ്ടല്ലേ, ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഒരു പൂച്ചയുടെ ഷെൽട്ടറോടെ കൊണ്ടിരുന്നതാണ് ഇങ്ങനെ കുഞ്ഞു വെച്ചെടുക്കല്ലേ. രക്ഷപ്പെടുമായിരിക്കുമല്ലോ ഇവള്. രക്ഷപ്പെട്ടാ? കൈക്ക് നന്നായി കഴുകണം കേട്ടാ. തുടച്ചോ. എന്തായാലും നിനക്ക് നല്ല എന്താ പറയുക ഗോഡ് ബ്ലെസ്സിങ് ഉണ്ടാവും. നീ ഒരു ജീവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഇങ്ങനെ മനുഷ്യന് പറ്റിയാലും ചെയ്യണം, മൃഗത്തിന് മാത്രമല്ല. ചോട്ടുവാ? ആ, ചോട്ടുവാണ് കൊണ്ടുവന്നത്. ആ, ചൂടാക്കി, ലൈറ്റായിട്ട് ചൂടാക്കി. മറ്റ് പൂച്ചകൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ വർക്ക് ഏരിയയിൽ കൂടെ മറ്റ് പൂച്ചകൾ അകത്ത് കടക്കാറുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം കവർ ചെയ്തു, ക്ലോസ് ചെയ്തു. അതിനുശേഷം ആദ്യം അതിനെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നമ്മൾ മാക്സിമം അതിനെ കെയർ ചെയ്തു. പക്ഷേ അതിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല, അത് ചത്തുപോയി.